എടോ തനിക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോൾ വല്ല ടൈഗർ ബാമോ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പോരെ. ഇതൊരുമാതിരി മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടി. പിന്നെ ഡോക്ടറുടെ ഭാഗ്യത്തിന് ഇതിലൊന്നുമില്ല. ഇനി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഊരി പോയേനെ അല്ലേ? ഇവരുടെ നിന്ന് പിടിച്ചെടുത്ത ആ ഉക്കയും പ്രൂഫും ഒക്കെ ഇങ്ങോട്ട്. ഓരോ മാരണങ്ങൾ. സാധനം കൊള്ളാം അല്ലേ ഇത്? പിന്നെ സർവീസിൽ എനിക്ക് കിട്ടേണ്ട ഒരു പൊന്തൂലാണ് നഷ്ടപ്പെട്ടത് അല്ലേ ഇത്? പിന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം അല്ലേ, പോയി രക്ഷപ്പെട്ടോ. അതവിടെ ഇരിക്കട്ടെ. അതിനകത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത് അല്ലേ ശോഭിക്ക്? അവിടെ ഇരിക്കട്ടെ. വക്കീലിന് മനസ്സിലായി. സാർ ഇനി ഞങ്ങൾക്ക് പോവാമോ? പോയി രക്ഷപ്പെട്ടോ. താങ്ക് യു സാർ. ഇതിന് ഇവന്റെ ഷർട്ടിന്റെ അതേ കളറ് അല്ലേ ഇത്? ഇനി വരുമ്പോ വിളിക്കണേ. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ഡോക്ടർ. കുഴപ്പമില്ലടോ. എന്റെ ജാതകത്തിൽ ഒരു ജയിൽവാസം ഉണ്ടാവുമെന്ന് പണ്ടൊരളിഞ്ഞ ജോത്സ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്റെ ഈ മൂലക്കുരു കൊണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി. എന്തായാലും അതല്ല, രക്ഷപ്പെട്ടു. അപ്പൊ ഇനി ജയിൽവാസത്തിനുള്ള കുരു വരാനുണ്ട് അല്ലേ? ഓണാത്തിലെ വർത്താനം പറയരുത്. എന്റെ ഫാൻസിന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിൽക്കും. നമസ്കാരം സാറേ. നമസ്കാരം സാർ. ഈ സീരിയലിലൊക്കെ ഉള്ള ആളല്ലേ? അതെ അതെ, ഞാൻ സാറിന്റെ ഒരു ആരാധന. സാർ സംശയം ചോദിച്ചോട്ടെ, പറയൂ. ഇത് വിഗാണോ? ഇത് ഒറിജിനൽ അല്ലേ? ആണോ? പക്ഷെ ഇത് വിഗ. ഇത് വിൽക്കണം. അതെ. ഒരു മനുഷ്യൻ കണ്ടാ പിടിക്കില്ല. ഈ സൈഡിൽ നോക്കി ഒട്ടും പറയില്ല, പിടിക്കില്ല. സൂപ്പർ. പക്ഷെ വിഗ. അതെ അതെ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഒരു 4 പേര് നിൽക്കുന്നിടത്തൊക്കെ അന്തസ്സായിട്ട് വെച്ചങ്ങ് നിൽക്കും. താങ്ക് യു സർ. സാറത് പറഞ്ഞല്ലോ. ഓക്കെ സാറേ. സാറിനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നത് വിഗ് ആണെന്ന് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മനസ്സിലാവണ്ടേ? ഇത്രയും കോസ്റ്റ്ലി സാധനം മേടിച്ച് തലേ വെച്ച് കഴിഞ്ഞാൽ 10 പേര് അറിയണ്ടേ? അതല്ലേ അന്തസ്. സാറ് ധൈര്യത്തെ പോ സാറേ. ഇന്ന് 4ാമത്തെ വിഗ്ഗാ ഞാൻ കണ്ടുപിടുത്തം. ഇത് വിഗ്ഗായിരുന്നല്ലേ? ഒന്നും ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു ഉറുമ്പ് കയറി എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ, ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അയ്യോ സാർ, ഇനി മേല ഇമ്മാരി കുരുപിടി കേസുമായിട്ട് എന്റെ മുന്നിൽ വെട്ടരുത്. സാറ് പറഞ്ഞേട്ടല്ലോ. ഓ പോയി രക്ഷപ്പെടാൻ നോക്ക്. പോടാ. ശരി സാർ.